സ്ത്രീകളിൽ യൂസ് ചെയ്യുന്ന മെറീന എന്ന് പറഞ്ഞ ഡിവൈസ് എന്താണ്? ലീവോനോർജസ്ട്രൽ ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് എന്നാണ് മെറീനയുടെ മറ്റൊരു പേര്. ഇതിൻ്റെ പ്രധാന ഉപയോഗം, രണ്ട് ഉപയോഗങ്ങളാണുള്ളത്. ആദ്യമായി തന്നെ കോൺട്രസെപ്റ്റീവ് യൂസിന്, അതായത് ഗർഭനിരോധന മാർഗമായിട്ട് മെറീന യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഹെവി മെൻസ്ട്രൽ ബ്ലീഡിങ്, കൂടുതലായിട്ട് പീരീഡ്സിൻ്റെ സമയത്ത് ബ്ലീഡിങ് വരുന്ന സ്ത്രീകളിൽ മെറീന യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് അഡിനോമയോസിസ് ആകാം, അല്ലെങ്കിൽ ചെറിയ ഫൈബ്രോയിഡുകൾ, യൂട്രസിൻ്റെ ഷേപ്പിനെ മാറ്റാത്ത തരത്തിലുള്ള ചെറിയ ഫൈബ്രോയിഡുകൾ, പിന്നെ യൂട്രസിൻ്റെ അകത്ത് ഹോർമോണൽ വ്യതിയാനം കാരണം വരുന്ന എന്തെങ്കിലും യൂട്രസിൻ്റെ ഭിത്തിയിൽ വരുന്ന വ്യതിയാനങ്ങൾ, എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേസിയ എന്നിങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് പ്രധാനമായിട്ട് മെറീന യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എൻഡോമെട്രിയോസിസ് പോലെയുള്ള കണ്ടീഷനുകൾ കൊണ്ടുണ്ടാകുന്ന അമിതമായിട്ടുള്ള വേദനയിലും മെറീന എന്ന് പറയുന്ന ഡിവൈസ് യൂസ് ചെയ്യാറുണ്ട്. ഇതൊരു ഹോർമോണൽ ഡിവൈസാണ്. യൂട്രസിൻ്റെ അകത്ത് നിക്ഷേപിക്കുന്ന ഒരു ടീ ഷേപ്പിലുള്ള ഒരു ഡിവൈസാണ്. അതുകൊണ്ട് തന്നെ ഹോർമോൺ ടാബ്ലറ്റ്സിന് വരുന്ന സൈഡ് ഇഫക്റ്റുകൾ, ബ്ലഡിലോട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന സൈഡ് ഇഫക്റ്റുകൾ ഈ മെറീന യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നില്ല. എന്നാൽ മൈനർ സൈഡ് ഇഫക്റ്റുകൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് അത് എക്സ്പെലായി പോകാൻ, ഇട്ട് കഴിഞ്ഞാൽ അത് ചാടി പോകാനും, ചിലർക്ക് സ്ലൈറ്റ് ആയിട്ടുള്ള മൂഡ് ചേഞ്ചസോ ബ്രസ്റ്റിൽ വരുന്ന പെയിനോ ഒക്കെ വന്ന് കാണാറുണ്ട്. എന്നാലും അത് വളരെ മിനിമൽ സൈഡ് ഇഫക്ട്സേ വരാറുള്ളൂ. ഈ മെറീന യൂട്രസിൻ്റെ അകത്ത് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ 5 വർഷം വരെ അത് യൂട്രസിൻ്റെ അകത്ത് വെക്കാവുന്നതാണ്. ഈ സമയത്ത് അമിത ബ്ലീഡിംഗ് ഉള്ള അല്ലെങ്കിൽ അമിത രക്തസ്രാവമുള്ള സ്ത്രീകളിലാണെന്നുണ്ടെങ്കിൽ 90% അവരുടെ ബ്ലീഡിംഗ് കുറഞ്ഞു തന്നെയാണ് കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ ഹോർമോൺ ടാബ്ലറ്റുകൾ അമിതമായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് ഒഴിവാക്കാനും, സർജറി, അതായത് യൂട്രസ് നീക്കം ചെയ്യുന്ന ഹിസ്റ്റക്ടമി എന്ന് പറയുന്ന സർജറി നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാൻ ഈ മെറീനയിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്.